അവൻ എൻ്റെ സുഹൃത്തായിരുന്നു, എൻ്റെ സഹോദരനായിരുന്നു. ഞങ്ങളെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് അവൻ ഒരു ദിവസം മറ്റൊരു ലോകത്തേക്ക് പറന്നുപോയി. തകർന്ന ഇരുചക്രവാഹനത്തിനടുത്ത് തല പൊട്ടിയ അവൻ്റെ ശവശരീരമേ ഞങ്ങൾക്ക് ലഭിച്ചുള്ളൂ. അവൻ എവിടേക്കാണ് പോയത്? ആ ലോകം എങ്ങനെയുള്ളതാണ്? പറക്കമുറ്റും മുമ്പ് ചിറകറ്റുപോയ എൻ്റെ സഹോദരന്. അച്ചൻകുഞ്ഞിലന്തൂരിൻ്റെ മരണത്തിനപ്പുറം എന്ന പുസ്തകത്താളുകളിൽ താൻ കോറിയിട്ട ചിന്തകൾ ആണിത്. ആ പുസ്തകത്തിന് അഭിപ്രായമെഴുതിയ ഗുരു നിത്യചൈതന്യ യതിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: കെടുത്തിയ മെഴുകുതിരിയുടെ തീനാളം എവിടെ പോയി? അറിയില്ല. ഇതാണ് മരണം. മരണത്തിനപ്പുറം എന്തുണ്ടെന്ന് അന്വേഷിക്കുവാനോ അറിയുവാനോ എനിക്ക് തീരെ താല്പര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ രസകരമായ 1000 കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്, ചിന്തിക്കുവാൻ ചിന്തകൾക്ക് ചിന്തേരിടുന്ന ഒരു ചിന്തകനായിരുന്നു അദ്ദേഹം. മരണത്തിനപ്പുറം എന്ത്? മരണത്തിൻ്റെ താത്വിക വിശദീകരണം എന്താണ്? ജീവൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മരണാനന്തര അവസ്ഥ എന്ത്? ലോകത്തിലുള്ള പല ആളുകളും മരണത്തിൻ്റെ പിന്നാമ്പുറം ചികഞ്ഞു ചെന്നിട്ടും ഉത്തരം ലഭിക്കാത്ത സമസ്യയായി മരണം അതിഥിയായി വിരുന്നെത്തുന്നു. അകാലത്തിലും സകാലത്തിലും മനുഷ്യർ മൃതരാവുന്നു, മണ്ണിനും അഗ്നിക്കും ഊണാകുന്നു. ഒരു പിടി ഓർമ്മകൾ അവശേഷിപ്പിച്ച് ഈ കർമ്മഭൂവിൽ നിന്ന് അവൻ തിരോഭവിക്കുന്നു. പ്രശസ്തർ എന്ന് പേര് കേട്ട പല പടുക്കൾ പട്ടടയിൽ അമരുന്നു, ചാരമായി ജലാശയത്തിലലിയുന്നു. ദുഃഖപാരാവാരത്തിലുയരുന്നു ആർത്തനാദങ്ങൾ, ഉറുവിയിൽ അലിയുന്നു കണ്ണീർക്കണങ്ങൾ. ഇത് ഒരു അവസാനമാണോ? ഭക്തശിരോമണി നാഗൽ പാടി, ആകെ അല്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ, നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും. അതെ, മരണം ഒരു വിട്ടുപിരിയലാണ്, ക്രിസ്തുവിനോട് ചേരുവാൻ. വിശുദ്ധ ബൈബിൾ അസന്നിഗ്ധമായി അത് പ്രഖ്യാപനം ചെയ്യുന്നു.